നമസ്കാരം. വിഷം പുരട്ടി എയ്ത അമ്പുകളൊന്നും കാര്യമായി ഏശുന്നില്ലെന്നറിഞ്ഞിട്ടും ആവനാഴിയിലെ ശരങ്ങളാകെ എടുത്തു പ്രയോഗിക്കാൻ തന്നെയാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. 400-ലധികം സീറ്റിനു വേണ്ടി മത്സരം തുടങ്ങിയ മോദിക്ക് അതിന്റെ ഗുണം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അത്രയും ഭൂരിപക്ഷം ഭരണഘടന ഇല്ലാതാക്കാനാണ് ആവശ്യപ്പെടുന്നത് എന്ന പ്രതിപക്ഷ ആക്രമണത്തെ സൃഷ്ടിക്കാനാണ് സഹായിച്ചത്. ഭരണഘടനയും തന്മൂലം സംവരണവും അട്ടിമറിക്കപ്പെടും എന്ന മട്ടിൽ പ്രതിപക്ഷ പ്രചാരണം വേരുറച്ചതോടെ നിൽക്കക്കള്ളിയില്ലാതായ BJP പിന്നീട് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് ശ്രമിച്ചത്. കോൺഗ്രസ് ആണ് സംവരണം അട്ടിമറിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഏറ്റവും ഒടുവിലായി 10-12 വർഷം പഴക്കമുള്ള ഒരു വീഡിയോ തപ്പിയെടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. പട്ടികജാതി പട്ടിക സംവരണം എടുത്തുകളഞ്ഞ് മുസ്ലിങ്ങൾക്ക് നൽകുന്നതിനായി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നു എന്ന ആരോപണം ആവർത്തിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ജാർഗ്രാമിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് രാഹുലിന്റെ പഴയ വീഡിയോ എടുത്തു പുറത്തിട്ടത്. കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തിയ മോദി, മുസ്ലിം ലീഗിന്റെ ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കുന്ന വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. അടുത്തിടെ നടത്തിയ അഭിമുഖങ്ങളിൽ മുസ്ലിം സംവരണത്തെക്കുറിച്ച് പല പത്രപ്രവർത്തകരും തന്നോട് ചോദിച്ചു. എന്നാൽ നോക്കൂ, രാഹുൽ ഗാന്ധി തന്നെ തന്റെ വീഡിയോയിൽ അത് ഊന്നി പറയുകയാണ് എന്ന കുറിപ്പോടെയാണ് മോദി ആ വീഡിയോ എക്സിൽ പങ്കിട്ടത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ പരാമർശിച്ചുകൊണ്ടാണ് മോദിയുടെ ഈ പ്രതികരണം വന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ കണ്ടു. 11-12 വർഷം പഴക്കമുള്ള ഈ വീഡിയോയിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു എന്ന് മോദി പറഞ്ഞു. ഒരു വശത്ത് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് മോദി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മുലായം സിംഗ് യാദവ് 3 തവണ മുഖ്യമന്ത്രിയായി. സംവരണത്തെക്കുറിച്ച് ഒരു തവണ പോലും അദ്ദേഹം സംസാരിച്ചില്ല. സംവരണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനിയായിരുന്നു. പക്ഷെ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്ന് കോൺഗ്രസ് പറയുന്നു എന്നാണ് വീഡിയോയിൽ രാഹുൽ പറയുന്നത്. മൻമോഹൻ സിംഗ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്ന് പറഞ്ഞു. സംവരണത്തിൽ മുസ്ലിങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തും. എന്നാൽ മുലായം സിംഗ് 3 തവണ അധികാരത്തിലെത്തിയിട്ടും എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അതേസമയം നുഴഞ്ഞുകയറ്റക്കാരെ കുടിയിരുത്തി ബംഗാളിന്റെ തനിമ തകർക്കുകയാണ് മമതാ സർക്കാരെന്ന് നരേന്ദ്രമോദി ജാർഗ്രാമിലെ റാലിയിൽ പറഞ്ഞു. രാജ്യം മുഴുവൻ ബംഗാളിനെ ഓർത്ത് ആശങ്കയിലാണ് എന്നും എല്ലാ ദിവസവും ഇവിടെ അക്രമങ്ങൾ നടക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഗോത്രവർഗ ജനതയുടെ സ്വത്വത്തെ തകർക്കുന്ന തൃണമൂൽ സർക്കാർ സ്വന്തം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. തൃണമൂലുകാർ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിച്ച് ദളിതരുടെയും ഗോത്രവർഗ ജനതയുടെയും ഭൂമി കയ്യേറുന്നു. ബംഗാൾ അതിർത്തിയിൽ ജനസംഖ്യ കുറഞ്ഞുവെന്നും കോൺഗ്രസും തൃണമൂലും നുഴഞ്ഞുകയറ്റക്കാർക്ക് ID കാർഡുകൾ നൽകാനുള്ള വെപ്രാളത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മുങ്ങിയ കപ്പലാണെങ്കിൽ തൃണമൂൽ ഓട്ട വീണ കപ്പലാണ്. ബംഗാളിലെ ജനങ്ങൾ അവർക്കിനി വോട്ട് ചെയ്യില്ല എന്നൊക്കെയാണ് മോദി പ്രസംഗിച്ചത്. തെരഞ്ഞെടുപ്പ് അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വർഗീയമായും വിഭാഗീയമായും വംശീയമായും ജനതയെ ഭിന്നിപ്പിക്കുന്ന തന്ത്രം തന്നെയാണ് മോദി അവലംബിക്കുന്നത്. എന്നാൽ തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നിങ്ങനെ ജീവൽ പ്രശ്നങ്ങൾ പ്രധാനമായ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിന്റെ പ്രഭാവം നഷ്ടപ്പെടുന്നു എന്ന ചർച്ചയാണ് ഉയർന്നു വരുന്നത്. ആ ചർച്ചയെ വീണ്ടും വഴിതിരിച്ചുവിടാൻ മുഴുവൻ വർഗീയ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കുന്ന മോദിക്ക് ജനമനസ്സിനെ വരുതിയിലാക്കാൻ കഴിയുമോ എന്ന് ജൂൺ 4 അറിയാം.